തനിക്കെന്താ ഇപ്പം ഇങ്ങനെ തോന്നാം? ദത്തേട്ടനെന്ന് ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഷാനുവിന്റെ ലാപ്ടോപ്പിനെ കുറിച്ച്. താൻ ദത്തേട്ടനോട് പറഞ്ഞോ എൻ്റെ ഏതെങ്കിലും ഡേറ്റ് അതിലുണ്ടെന്ന്? അത് പിന്നെ ഞാൻ ആ ലാപ്ടോപ്പിനെ കുറിച്ച് ദത്തേട്ടനോട് അന്വേഷിച്ചപ്പോൾ എനിക്കങ്ങനെ പറയേണ്ടി വന്നു. അല്ല, താനെന്തിനാ ലാപ്ടോപ്പ് അന്വേഷിച്ചേ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടെന്ന് കേട്ടപ്പോൾ പോലീസിന് വല്ല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതൊക്കെ, പക്ഷെ അതിൽ എൻ്റെ ഡേറ്റ് ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അത് അപ്പോൾ എൻ്റെ നാവിൽ വന്നത് അങ്ങനെയാ. ദത്തേട്ടൻ്റെ പോലീസ് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോൾ എൻ്റെ നാവിൽ നിന്ന് വീണു പോയതാ. അല്ല, എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? ഒരു കാര്യമില്ലാത്ത താൻ അങ്ങനെ പറയില്ലെന്ന് വിചാരിച്ച് ഞാനും വായിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല, ശരിക്കും ആ ലാപ്ടോപ്പിൽ എന്താ ഉള്ളത്? എന്ത്? ഒന്നുമില്ല. അങ്ങനെ ആരോ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വെറുതെ. താൻ അങ്ങനെ മറക്കൊന്നും വേണ്ട. പറ, എന്നെ സമ്മതിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടോ? ഇല്ലടോ. പിന്നെ താൻ എന്തിനാ ഭ്രാന്ത് പിടിച്ച് അതിന്റെ പിന്നാലെ പോയത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന്. എന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കണം. ഇത്രയും കാലം താൻ്റെ കൂടെ ജീവിച്ചൊരു വിശ്വാസത്തോടല്ലേ. ഇനി അങ്ങോട്ടും ആ വിശ്വാസം മാത്രം മതി. അതെ, ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് ഓരോന്ന് ചോദിക്കുന്നത്. തനിക്ക് എന്നോട് പിണക്കൊന്നും തോന്നരുത്. ഏയ്, ഒരിക്കലുമില്ല. തന്നോട് പിണങ്ങിയാൽ പിന്നെ ഞാൻ ഉണ്ടോ? ആത്മാർത്ഥമായിട്ടൊന്നും മിണ്ടാനും പറയാനും മനസ്സ് തുറക്കാനും ഈ ഭൂമിയിൽ താനല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളേ? ഇത് കേട്ടാ തോന്നും എനിക്ക് വേറെ ആരൊക്കെ ഉണ്ടെന്ന്. താൻ പോയി കഴിഞ്ഞാൽ പിന്നെ കാലത്ത് മുതൽ ഞാനിവിടെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ എനിക്കേ അറിയൂ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, കോച്ചിങ്ങിന് ഞാൻ പോണില്ല എന്ന്. എന്നിട്ട് വേണം അതിന്റെ പാപഭാരം കൂടി എന്റെ തലയിൽ കെട്ടിവെച്ച് ആമ ചേച്ചി എന്നെ ആക്രമിക്കാൻ. എല്ലാം കൂടെ താൻ തന്നെ പറയല്ലേ.